വാർദ്ധക്യത്തിന് നിരവധി ചെലവുകൾ വഹിക്കുന്നതിന് സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സ് ആവശ്യമാണ്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു റിട്ടയർമെന്റ് കോർപ്പസിൽ നിക്ഷേപിക്കുന്നത് അത്യാവശ്യമാണ്. എന്നാൽ സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ വാർദ്ധക്യത്തിന് ആവശ്യമായ പണം സമ്പാദിക്കാനുള്ള പദവിയില്ല. അങ്ങനെ വിരമിക്കലിന് ശേഷമുള്ള കാലയളവിലേക്ക് ദരിദ്രരെ പതിവായി ലാഭിക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ നിരവധി പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചു. അവയിലൊന്നാണ് അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അടൽ പെൻഷൻ യോജന. ഇന്ത്യയിലെ അസംഘടിത മേഖലയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 50% സംഭാവന ചെയ്യുന്നത്. രാജ്യത്തെ 80% തൊഴിലാളികളും ജോലി ചെയ്യുന്നു. ഇത്രയും വലിയ തൊഴിലാളികളെ സാമൂഹികമായി സുരക്ഷിതമാക്കാൻ സർക്കാർ അടൽ പെൻഷൻ യോജന പദ്ധതി 2015-ൽ ആരംഭിച്ചു. അനൗപചാരിക തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അടൽ പെൻഷൻ യോജനയുടെ വിശദാംശങ്ങളെക്കുറിച്ചും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അറിയാൻ വായിക്കുക. അടൽ പെൻഷൻ യോജനയെക്കുറിച്ച്. മുൻകാല സ്വാവലംബൻ യോജനയ്ക്ക് പകരമായി ഇന്ത്യയിലെ ഒരു പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. നേരത്തെയുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ പദ്ധതി സഹായിക്കുന്നു. നിരവധി പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനുകൾക്കൊപ്പം ഒരു വരിക്കാരന് അവരുടെ പോക്കറ്റിനനുസരിച്ച് റിട്ടയർമെന്റ് കോർപ്പസിൽ നിക്ഷേപിക്കാം. അടൽ പെൻഷൻ യോജന യോഗ്യത. 18 വയസ്സുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും സ്കീമിൽ ചേരാൻ അർഹതയുണ്ട്. അടൽ പെൻഷൻ യോജന പ്രായപരിധി 40 വയസ്സാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും ഈ പദ്ധതി ലഭ്യമാണ്. വ്യക്തി ആധാർ കൈവശം വച്ചതിന്റെ തെളിവ് നൽകണം, അല്ലെങ്കിൽ ആധാർ പ്രാമാണീകരണത്തിനായി എൻറോൾ ചെയ്യണം. എപിവൈയുടെ സവിശേഷതകൾ. എപിവൈ സ്കീം വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് പദ്ധതി നിയന്ത്രിക്കുന്നത്. സ്കീമിൽ എൻറോൾ ചെയ്ത ഒരു വ്യക്തിക്ക് 60 വയസ്സ് തികയുമ്പോൾ പ്രതിമാസം 1000 മുതൽ 5000 വരെ രൂപ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. പെൻഷൻ തുക നൽകിയ സംഭാവനകളെ ആശ്രയിച്ചിരിക്കുന്നു. വരിക്കാരന്റെ മരണശേഷം വരിക്കാരന്റെ പങ്കാളിക്കും പെൻഷൻ അർഹതയുണ്ട്. വരിക്കാരനും പങ്കാളിയും മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് നോമിനിക്ക് നൽകും. സ്കീം സമാരംഭത്തിന്റെ ആദ്യ 5 വർഷത്തേക്ക് മൊത്തം സംഭാവനയുടെ 50% അല്ലെങ്കിൽ പ്രതിവർഷം 1000 രൂപ ഏതാണോ കുറവ് അത് കേന്ദ്ര സർക്കാരും സംഭാവന ചെയ്യുന്നു. 2015 ഡിസംബർ 31 മുമ്പ് സ്കീമിൽ ചേരുന്ന വരിക്കാർക്കാണ് ഈ ആനുകൂല്യം. കൂടാതെ വ്യക്തി മറ്റേതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗമോ നികുതിദായകനോ ആകരുത്. വരിക്കാരന് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരിക്കൽ സംഭാവന തുക മാറ്റാം. സ്കീമിന് കീഴിൽ ഓട്ടോമാറ്റിക് കിഴിവിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അടൽ പെൻഷൻ സ്കീം അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാം. വരിക്കാരെ എൻറോൾ ചെയ്യുന്നതിന് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ഈ സ്കീം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ എപിവൈന് അപേക്ഷിക്കാം? സ്കീമിൽ ചേരുന്നതിന് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക് സന്ദർശിച്ച് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കാം. അടൽ പെൻഷൻ യോജനയുടെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫോം പൂരിപ്പിക്കുന്നതിന് ഒരു ദേശസാൽകൃത ബാങ്ക് സന്ദർശിക്കുക. വെരിഫിക്കേഷനായി ഒറിജിനൽ കോപ്പിക്കൊപ്പം നിങ്ങളുടെ ആധാറിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകോപ്പിയും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫോമും KYC ഡോക്യുമെന്റും സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥിരീകരണ SMS ലഭിക്കും. ഇതിനുശേഷം നിങ്ങൾ അടൽ പെൻഷൻ യോജനയ്ക്ക് കീഴിൽ വിജയകരമായി എൻറോൾ ചെയ്യപ്പെടും. പേയ്മെന്റ് വൈകിയതിന് പിഴ. നിങ്ങൾ എപിവൈ സ്കീമിന്റെ സംഭാവനകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ചാർജ് നൽകേണ്ടി വന്നേക്കാം. അവ ഇപ്രകാരമാണ്. പ്രതിമാസ സംഭാവന രൂപയിൽ. പെനാൽറ്റി ചാർജുകൾ: 100 രൂപ, 1 രൂപ, 101 രൂപ -500, 2 രൂപ, 501 രൂപ -1000, 5 രൂപ, 1001 രൂപ അതിനു മുകളിലും, 10 രൂപ. 6 മാസത്തേക്ക് നിങ്ങൾ പേയ്മെന്റുകളിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെടും. 12 മാസത്തേക്ക് പേയ്മെന്റ് ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് അവസാനിപ്പിക്കും. എന്നാൽ സംഭാവനകളും പലിശയും വരിക്കാരന് നൽകുന്നു. അടൽ പെൻഷൻ യോജന ആനുകൂല്യങ്ങൾ. എപിവൈ ആനുകൂല്യങ്ങൾ റിട്ടയർമെന്റിനായി ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു ആകർഷകമായ പദ്ധതിയാക്കി മാറ്റുന്നു. സ്കീമിന്റെ നിരവധി ഗുണങ്ങൾ ഇനിപ്പറയുന്നവയാണ്. അടൽ പെൻഷൻ യോജന റിട്ടയർമെന്റ് ആനുകൂല്യം: നിങ്ങളുടെ ജോലി വർഷങ്ങളിലെ പതിവ് സംഭാവനകൾക്കൊപ്പം വിരമിച്ചതിനുശേഷം നിങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കും. പെൻഷൻ പേയ്മെന്റുകൾ 1000 രൂപ, 2000/3000, 4000/5000 മുതൽ വ്യത്യാസപ്പെടുന്നു. അടൽ പെൻഷൻ യോജന മരണ ആനുകൂല്യം: വരിക്കാരന്റെ മരണത്തിനുശേഷവും പെൻഷൻ പദ്ധതി തുടരുന്നു. സ്കീമിൽ തുടരാനോ കോർപ്പസ് തുക പിൻവലിക്കാനോ തിരഞ്ഞെടുക്കാവുന്ന ഡിഫോൾട്ട് നോമിനിയാണ് പങ്കാളി. ഗവൺമെന്റിന്റെ പിന്തുണയുള്ള സുരക്ഷിത നിക്ഷേപം: അപകടസാധ്യതകളില്ലാതെ ഉറപ്പുള്ള വരുമാനം ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ നിക്ഷേപ തുക ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയുള്ളതിനാൽ സുരക്ഷിതമാണ്. നികുതി ആനുകൂല്യങ്ങൾ: അടൽ പെൻഷൻ യോജന ഇന്ത്യയ്ക്ക് കീഴിലുള്ള സംഭാവനകൾക്ക് ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80 CCD പ്രകാരം നികുതി കിഴിവുകൾക്ക് അർഹതയുണ്ട്.
1,50,000 രൂപ വരെയുള്ള വരിക്കാരന്റെ മൊത്തം വരുമാനത്തിന്റെ 10% ഏറ്റവും ഉയർന്ന നികുതി കിഴിവ്. കൂടാതെ APY സ്കീമിൽ 50,000 രൂപ അധിക നികുതി കിഴിവ് ഉൾപ്പെടുന്നു. പെൻഷൻ പിൻവലിക്കൽ. സ്കീം അവസാനിച്ചുകഴിഞ്ഞാൽ പദ്ധതിയുടെ ഗുണഭോക്താവിന് പെൻഷൻ തുക വാർഷിക പേയ്മെന്റിന്റെ രൂപത്തിൽ പിൻവലിക്കാം. കൂടാതെ ഗുരുതരമായ അസുഖമോ രോഗനിർണയമോ മരണമോ ഉണ്ടായാൽ മാത്രമേ വ്യക്തിക്ക് 60 വയസ്സ് തികയുന്നതിന് മുമ്പ് സ്കീമിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയൂ. സബ്സ്ക്രൈബർ അന്തരിച്ചാൽ സ്കീമിൽ തുടരാനോ ഫണ്ട് പിൻവലിക്കാനോ പങ്കാളിക്ക് അർഹതയുണ്ട്. എന്നിരുന്നാലും വരിക്കാരൻ 60 വയസ്സിനു മുമ്പ് പെൻഷൻ തുക പിൻവലിക്കുകയാണെങ്കിൽ സമാഹരിച്ച ഫണ്ടും പലിശയും മാത്രമേ നൽകൂ. നിങ്ങൾ സമ്പാദിക്കുന്നത് നിർത്തുമ്പോൾ ഒരു പെൻഷൻ പദ്ധതി വാർദ്ധക്യത്തിൽ ഒരു രക്ഷകനായി പ്രവർത്തിക്കുന്നു. സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സ് ഉപയോഗിച്ച് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ സുവർണ്ണ വർഷങ്ങൾ ചെലവഴിക്കാം. അതിനാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷത്തോടെ ചെലവഴിക്കാൻ നിങ്ങൾ ശരിയായ സമയത്ത് ഒരു റിട്ടയർമെന്റ് പ്ലാനിൽ നിക്ഷേപിക്കണം.